കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞപുഴയ്ക്ക് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടി പോലീസ്. യുവാവ് സഞ്ചരിച്ച ബൈക്കിനെതിരെ വന്ന പിക്കപ്പ് വാഹനം ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് പിരിമേട് പോലീസ് കണ്ടെത്തി. തമിഴ്നാട് തേനി സ്വദേശിയായ സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിശദാംശങ്ങളുമായി നിജിൽ ചേർന്നു. നിജിൽ, എങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്? കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് അപകടം ഉണ്ടാകുന്നത്. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ മുറിഞ്ഞുപുഴ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് റോഡരികിൽ അപകടം പറ്റിയ നിലയിൽ വിഷ്ണുവിനെ ഇതുവഴി പോയ വാഹനയാത്രികരും നാട്ടുകാരും കാണുന്നത്. ഉടൻ തന്നെ പീരുമേട്ടിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിഷ്ണുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ അപകടം നടന്ന ശേഷം നാട്ടുകാർ ഈ ഒരു സംശയം മുന്നോട്ട് വെച്ചിരുന്നു. മറ്റൊരു വാഹനം വിഷ്ണു സഞ്ചരിച്ച ബൈക്കിൽ ഇടിച്ച് ആണ് അപകടം ഉണ്ടായതൊരു സംശയം അന്തരം തന്നെ ബലപ്പെട്ടിരുന്നു. ഇത് പോലീസുമായിട്ട് നാട്ടുകാർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പീരുമേട് പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായ ഒരു അന്വേഷണമാണ് നടത്തിയത്. മുറിഞ്ഞുപുഴ മുതൽ മുണ്ടക്കയം വരെയുള്ള വിവിധ മേഖലകളിലെ CCTV-കൾ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. ഇതിനൊടുവിലാണ് ആ സമയത്ത് പോയി ഈ പിക്കപ്പ് വാഹനം പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് ഇതിന്റെ നമ്പർ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഈ നമ്പർ വെച്ച് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനം തമിഴ്നാട് സ്വദേശിയാണെന്ന് പോലീസ് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ്, അതായത് പീരുമേട് പോലീസ് തമിഴ്നാട് തേനിയിലെത്തി സുരേഷിനെ കസ്റ്റഡി എടുക്കുകയായിരുന്നു. കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹം കുറ്റം സമ്മതിച്ചു. വാഹനം, അതായത് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തു വരുന്ന സമയത്താണ് ഈ വാഹനം ഈ വിഷ്ണുവിന്റെ ബൈക്കിൽ ഇടിച്ചതെന്ന് ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതും മാത്രമല്ല, ഈ അപകടത്തിന് ശേഷം ഈ സുരേഷ് തമിഴ്നാട്ടിൽ പോയി ഈ വാഹനം റീപെയിന്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ സുരേഷിനെ പീരുമേട് പോലീസ് സ്റ്റേഷനിലുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്.